ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാളുവിനെയും ഗംഗയെയും ഫോളോ ചെയ്ത് ഗോകുൽ ഏർപ്പാട് ചെയ്ത ഗുണ്ടകൾ അവരുടെ ഓട്ടോയുടെ പുറകിലൂടെ തന്നെ പോവുകയാണ് കേട്ടോ. ഓട്ടോയിലിരുന്ന് മാളു ഗംഗയോട് പറയും, ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, അവൾക്ക് കൊടുക്കാൻ ഒരു ബോക്സ് ചോക്ലേറ്റ് വാങ്ങി തരുമോ ഗംഗേ? തരാലോ. എന്നിട്ട് ഓട്ടോ ഡ്രൈവറിനോട് ഏതെങ്കിലും നല്ലൊരു ബേക്കറിയിൽ വണ്ടി നിർത്താൻ പറയാൻ കേട്ടോ. അങ്ങനെ ഡ്രൈവർ ഒരു ബേക്കറിക്ക് മുമ്പിൽ വണ്ടി നിർത്തിയാണ്. ഗംഗ മാളുവിനെ ഓട്ടോയിലിരുത്തി ചോക്ലേറ്റ് വാങ്ങാൻ പോവുകയാണ്. ആ സമയം ഡ്രൈവറും സിഗരറ്റ് ഒന്ന് വലിച്ചിട്ട് വരാമെന്ന് മാളുവിനോട് പറഞ്ഞിട്ട് അവിടുന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കൊണ്ടുവന്ന മാളുവിനെ കൊണ്ടുപോകാൻ നോക്കുമ്പോഴേക്കും ആ ഡ്രൈവറും ഗംഗയും തിരിച്ചു വരികയാണ്. എന്നിട്ട് ചോക്ലേറ്റ് ബോക്സ് മാളുവിന് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെയും ആ ഗുണ്ടകൾ അവരുടെ ഓട്ടോ ഫോളോ ചെയ്ത് അവരുടെ പുറകെ പോകുന്നുണ്ട്. അതേസമയം ഗുരുവാമ്മയുടെ ശിക്ഷ ഹോമം ആരംഭിക്കുന്നുണ്ട്. ഹോമത്തിൽ പങ്കെടുക്കാൻ ശ്രേയയും ഹേമാവതിയും വന്നിട്ടുണ്ട് കേട്ടോ. അതേസമയം പോലീസുകാർ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയ സമയം നോക്കിയിട്ട് നകുൽ ഓടി രക്ഷപ്പെടുന്നുണ്ട്. പോലീസുകാരെ പുറകെ ഓടിയെങ്കിലും നകുലിനെ പിടിക്കാനായിട്ടില്ല. അതേസമയം മാളുവിനെ സ്കൂളിൽ ഇറക്കി വിട്ട് ഗംഗ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഗുണ്ടകൾ വന്ന് മാളുവിനെ തട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് കണ്ണ് കെട്ടി ഒരു മുറിയിൽ പൂട്ടിയിടുകയാണ് കേട്ടോ. മാളു എഴുന്നേറ്റിട്ട് കണ്ണിലെ കെട്ട് അയച്ചു മാറ്റുകയാണ്. എന്നിട്ട് ഇത് ഏതാ സ്ഥലം എന്നൊക്കെ തിരിഞ്ഞു പറഞ്ഞ് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ആരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടത്? എനിക്ക് വീട്ടിൽ പോകണം. എന്നിട്ട് ഡോറിൻ്റെ അടുത്ത് പോയിട്ട് എന്നെ തുറന്നു വിടാച്ചാ ഗംഗെ എന്നെ രക്ഷിക്കുക പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കാൻ കേട്ടോ. മാളുവിനെ പൂട്ടിയിട്ടിരിക്കുന്നത് ഗൗരിയുടെ വീട്ടിൽ തന്നെയാണ്. മാളുവിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഗൗരിയുടെ അമ്മയ്ക്ക് വലിയ വിഷമാവുന്നുണ്ട്. എന്നിട്ട് ഗോകുലിനോട് പറയും, പാവം വല്ലാതെ പേടിച്ചു എന്നാ തോന്നുന്നത് മോനെ. അപ്പോൾ ഗോകുൽ പറയും, ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ അമ്മേ, അവൾ എന്തെങ്കിലും കഴിക്കാവോ? അപ്പോൾ ഗോകുൽ പറയും, പേടിച്ചിരിക്കുമ്പോൾ കഴിക്കുമെന്ന് തോന്നുന്നില്ല, എന്നാൽ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സൗണ്ടൊക്കെ മാറ്റിയിട്ട് ഗൗരിയുടെ അമ്മ മുറിയുടെ പുറത്ത് നിന്ന് പറയും, മോൾ പേടിക്കണ്ട, മോൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. അപ്പം മാള് ചോദിക്കും, ആരാ നിങ്ങൾ? ഈ വാതിലൊന്ന് തുറക്ക്, എനിക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഗോകുൽ പറയും, മോള് വിഷമിക്കണ്ട, നാളെ വീട്ടിൽ കൊണ്ട് വിടാം, ഇന്ന് മോള് പേടിക്കാതെ മുറിയിൽ തന്നെ ഇരിക്കണം. അപ്പം മാള് ചോദിക്കും, നിങ്ങൾക്ക് ആരാണ്? ഒന്ന് വാതിൽ തുറക്ക്. അപ്പോൾ ഗൗരിയുടെ അമ്മ വീണ്ടും സൗണ്ട് മാറ്റിയിട്ട് പറയും, മോൾക്ക് കഴിക്കാനുള്ളതൊക്കെ ടേബിളിൽ വെച്ചിട്ടുണ്ട്, മോൾ അതൊക്കെ എടുത്ത് കഴിക്കണം. അപ്പോൾ മാള് പറയും, എനിക്കൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി, മോള് കരയാതെ പേടിക്കാതെ ഇരിക്കേ, സമയമാകുമ്പോൾ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം. അപ്പം മാള് പറയും, എനിക്കിപ്പോൾ തന്നെ വീട്ടിൽ പോകണം, ഇവിടെ എനിക്ക് പേടിയാവുന്നു, എനിക്ക് പോകണം, എന്നെ തുറന്നു വിട്, എന്നെ രക്ഷിക്കമ്മേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിക്കുകയാണ്. ആ സമയം ഗൗരിക്ക് മാള് വിളിക്കുന്ന പോലെ മനസ്സിലാവുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, അവൾക്ക് എന്താ ആപത്ത് പറ്റിയിരിക്കുകയാണല്ലോ, എത്രയും വേഗം മാളുവിൻ്റെ അടുത്ത് എത്തണം എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോഴാണ് ഗൗരിക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഗൗരി വിചാരിക്കും, എന്ത് സംഭവിക്കുന്നത്, എനിക്ക് എന്തായി പറ്റിയത്, എൻ്റെ ശക്തിയെല്ലാം ചോർന്നു പോയതുപോലെ തോന്നുന്നുണ്ടല്ലോ. എന്നിട്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗൗരിക്കൊന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഗൗരി സർവ്വശക്തിയെടുത്ത് മാളു എന്ന് വിളിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, എന്നെ ആരും ആവാഹിക്കുകയാണല്ലോ, അതിശക്തമായ മന്ത്രങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാവുന്നില്ല, അവരെന്നെ ഇല്ലാതാക്കുമോ, എൻ്റെ മാളുവിന് എന്താ പറ്റിയതെന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ലല്ലോ, എന്നെ ആരും ആവാഹിക്കുകയാണ്, ഇത് ഞാൻ സമ്മതിക്കില്ല, ഈ ഭൂമി വിട്ട് ഞാൻ പോകില്ല, എൻ്റെ മാളുവിനെയും മഹിവേട്ടനെയും വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. പക്ഷേ ഗൗരിക്കാൻ നിന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. മാളു ആണെങ്കിൽ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മാളുവിനെ വിളിച്ചുകൊണ്ട് പോകാൻ ഗംഗ സ്കൂൾ ബസ് വരുന്ന കാത്തു നിൽക്കുകയാണ്. സ്കൂൾ ബസ് വന്നിട്ട് അതിലെല്ലാ കുട്ടികളും ഇറങ്ങിയിട്ടും അതിൽ മാളുവിനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഗംഗ മാളു എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒരു കുട്ടി പറയും, മാളു ഇന്ന് ആബ്സെൻ്റ് ആണല്ലോ ആൻറ്റി. ഇത് കേട്ട് ഗംഗ ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് മഹിയെ വിളിച്ചിട്ട് നമ്മുടെ മാളുവിനെ കാണാനില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന മഹിയെ കാണിച്ചുകൊണ്ടാണ് പ്രോമോ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.